കേരളത്തിലെ ജയിലുകളിലുള്ള തടവ് പുള്ളികളുടെ ദിവസവേതനം 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് ഇങ്ങനെയൊരു തീരുമാനം, ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. നിലവിലിപ്പോൾ സംസ്ഥാനത്തെ 4 സെൻട്രൽ ജയിലുകളിലുള്ള 3000-ലധികം തടവ് പുള്ളികൾക്കാണ് ഇത്തരത്തിൽ വേതനം നൽകി വരുന്നത്. ഇങ്ങനെയൊരു തീരുമാനം വന്നതിന് പിന്നാലെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഒരുപാട് ട്രോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ജയിലിൽ പോയി കിടന്നാൽ മതിയല്ലോ എന്ന് വരെ ഈ ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം ഈ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് നിലനിൽക്കുന്നൊരു സമയം കൂടിയാണ്. ചെറുപ്പക്കാർ ജോലിയില്ലാതെ നിൽക്കുന്നൊരു സമയമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊരു വാർത്ത കൂടി വരുമ്പോൾ അത് കുറച്ച് കൗതുകം കൂടിയാകുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ആശമാർ അവരുടെ വേതനം കൂട്ടാനായി ഒരുപാട് ദിവസം സമരവുമായി മുന്നോട്ട് വന്നതും അവിടെ കിടന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ പ്രതികൂലിച്ചുമൊക്കെ ആളുകൾ രംഗത്ത് വരുന്നത്. അതുതന്നെയാണ് നമ്മളിപ്പോൾ ആദ്യം പരിശോധിക്കുന്നത്. റാവു, ഇത് എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ കാണുന്നത്? നല്ലതാണോ അല്ല ചീത്തയാണോ? അല്ല, ആൾക്കാർ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേ ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികൾ, ക്രിമിനലുകൾ, കുഴപ്പക്കാർ, കൊലപാതകികൾ, ബലാത്സംഗികൾ, അവർക്കെല്ലാം ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ജയിലിൽ പോകുന്ന ഇപ്പോൾ ഭയങ്കര സുഖമാണ്, ജയിലിൽ പോകുന്നവരെല്ലാവരും തടിച്ചു കൊഴുത്ത് വരികയാണ് എന്നൊക്കെയുള്ള പൊതുബോധം നമ്മുടെ ഇടയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജയിലിലുള്ള ആളുകൾക്ക് വേണ്ടി നന്മയൊന്നും നല്ലതൊന്നും ചെയ്യാൻ പാടില്ല. ജയിലൊരു ശിക്ഷയായിരിക്കണം, അവിടെ പോകുന്നത് ശിക്ഷയായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യണം എന്ന പൊതുധാരണയിൽ നിന്നാണ് നമ്മൾ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ജയിൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ശിക്ഷാ കേന്ദ്രമാണ്. ഓഫ് കോഴ്സ് അതൊരു ശിക്ഷാ കേന്ദ്രമാണ്, ഒപ്പം തന്നെ ഒരു കറക്ഷൻ സെൻറ്റർ കൂടിയാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ, ശിക്ഷ പൂർത്തിയാക്കി ഇറങ്ങിപ്പോകുന്ന ആളുകൾ പിന്നെ ഇത്തരം ക്രൈം ചെയ്യാൻ പാടില്ല എന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജയിൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ ജയിൽ എന്ന് വെച്ചാൽ ആൾക്കാരെ ശിക്ഷിച്ച് പൂർത്തിയാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ പോയ അവിടുത്തെ ജയിലുകൾ ഭീകരമായ കൊടിയ പീഡന മുറകളാണ്. എന്ന് മാത്രമല്ല, ഇവിടുത്തെ പോലെ തുറസായ ജയിലുകളല്ല. ആളുകൾക്ക് പുറം ലോകം കാണാനേ പറ്റില്ല, ലിറ്ററലി കാണാൻ പറ്റില്ല. ആകെ ഒരു ചെറിയ വിൻഡോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുവഴി ഓഫീസേഴ്സ് വന്ന് നോക്കുകയോ ഭക്ഷണം ഒരു ചെറിയ സ്പേസിലൂടെ അകത്തേക്ക് കടത്തി കൊടുക്കുകയോ ചെയ്യുന്ന അടച്ച് ഇരുണ്ട ജയിലുകളുണ്ട്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീതിതമായ ജയിലുകളുടെ ഡോക്യുമെൻ്ററീസൊക്കെ നോക്കിയാൽ നമുക്ക് ലാറ്റിൻ അമേരിക്കൻ ജയിലുകളൊക്കെയാണ് കാണാൻ പറ്റുക. ഒരു ജയിൽ എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് പക്ഷേ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ത്യയിൽ നിങ്ങൾ തടവുകാരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ വേതനം കൊടുക്കണം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, തടവുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ വേതനത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. ഇരകൾക്ക് നഷ്ടപരിഹാരം വിധിക്കുന്ന വിധികളുണ്ടാവുമല്ലോ, അപ്പോൾ അത് കൊടുക്കാൻ ഇവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം എടുത്ത് കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ വകുപ്പ് മേധാവി ഒരു റിപ്പോർട്ട് കൊടുക്കുകയും നമ്മൾ ആ പൈസ കൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ പേരിൽ കേരളം വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് തൊട്ട് മുൻപ് വരെ എടുത്താൽ കേരളത്തിലെ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ കർണാടക അടക്കമുള്ള പല സംസ്ഥാനങ്ങളും കൊടുത്തുവരുന്ന വേതനത്തിൻ്റെ പുറകിലായിരുന്നു നമ്മൾ. അന്നാലും അത് നെഗറ്റീവായി കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജയിൽ വേതനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ആലോചിക്കുന്നത് 620 വരെ ആക്കാം എന്ന് തീരുമാനിക്കുന്നു. 16,000 രൂപ കൂടുതൽ വരും അപ്പോൾ ഒരു മാസം. അപ്പോൾ അത് ആ ജയിൽ ജീവനക്കാർക്ക് ഗുണപരമാണ്, തർക്കമില്ല. നമ്മൾ ആരോഗ്യമായിരുന്നു. നമ്മുടെ ജയിലുകൾ എന്ന് വെച്ചാൽ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള ജയിലുകളാണ്. നമ്മൾ ജയിൽ ചപ്പാത്തി അവൈലബിൾ ആണ്, ജയിലിൽ നിന്നുണ്ടാക്കുന്ന ബിരിയാണി, ജയിലിൽ നിന്നുണ്ടാക്കുന്ന ഫർണിച്ചറുകൾ, ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്, ജയിൽ പ്രോഡക്റ്റുകളെല്ലാം. എന്ന് വെച്ചാൽ ജയിലിലെ ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഉണ്ടാക്കുന്ന സംഗതികൾ പുറത്ത് വിറ്റ് ന്യായമായ പൈസ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ അതിൻ്റെ പ്രൊഡക്ഷനിൽ പങ്കാളികളാവുന്ന ആളുകൾക്ക് ന്യായമായ ശമ്പളവും വേതനവും കൊടുക്കുക എന്ന് പറയുന്നത് ന്യായമായ ഒരു അവകാശമാണല്ലോ അവരുടെ. രണ്ടാമത്തേത്, ആളുകളെ ഈ പറയുന്നത് പോലെ ഒരു കറക്ഷൻ സെൻ്ററായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു പുനരധിവാസ കേന്ദ്രമായി പ്രവർത്തിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഗുണങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നോക്കണം. പഠനങ്ങൾ നോക്കിയാൽ ഏതാണ്ട് ശരിയാവണ്ണമുള്ള പുനരധിവാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ജയിലുകൾക്കകത്ത് താമസിക്കുന്നവരിൽ 40% വരും തടവുകാർ ജീവിതത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അതിൽ തന്നെ അവർക്ക് നിങ്ങൾ വിദ്യാഭ്യാസപരമായ പുരോഗതി, തൊഴിൽപരമായ സ്കിൽ ഇതവരെ പഠിപ്പിക്കുകയാണെങ്കിൽ 18 to 20% ഓഫ് ആളുകൾ ജീവിതം കുറച്ചുകൂടി നല്ല വഴിയിൽ തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അത് കൊണ്ട് ആളുകൾ ഇനി ക്രിമിനൽ പണി എടുക്കരുതെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. എല്ലാവരെയും നമ്മൾ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നില്ല, എല്ലാവർക്കും നമ്മൾ ലൈഫ് സെൻറ്റൻസ് കൊടുക്കുന്നില്ല. 8, 10, 7, 5 വർഷമൊക്കെയുള്ള ജയിൽ ശിക്ഷ കിട്ടുന്നവരുണ്ട്. അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ മേലാൽ ഇത് ചെയ്യരുതെന്ന ആഗ്രഹത്തോടെയാണല്ലോ നമ്മൾ ഈ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടി ആളുകളെ കുറച്ചുകൂടി ഗുണപരമായി അവരിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എല്ലാ പഠനങ്ങളും പറയുന്നത്. ചില ആൾക്കാർ പറയുന്നു, നിങ്ങൾ ജയിലിനകത്ത് മൊത്തം ഏർപ്പാട് ഗംഭീരമാക്കിയാൽ ആഴ്ചയിൽ ഒരു തവണ ആട്ടിറച്ചി കൊടുക്കുന്നു, നല്ല ഫുഡ് കൊടുക്കുന്നു, എല്ലാവരും കൂടി ഇരുന്ന് പണിയെടുക്കുന്നു, ഈ സംവിധാനം ജയിലുകളിലേക്ക് പിന്നെയും ആളുകളെ കൊണ്ടുവരും. സുഭിക്ഷമാണല്ലോ. ഇന്നിപ്പോൾ കണ്ടില്ലേ, കോഴിക്കോട് ബീച്ചിൽ നിന്ന് കഞ്ചാവ് ഉണക്കാനിട്ട് ഒരു കക്ഷിയെ പിടിച്ചിട്ടുണ്ട്. അത് പുള്ളി ഈ ജയിലിലെ മാറ്റങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലോട്ട് ബിൽഡ് ചെയ്താണെന്നൊക്കെയുള്ള കഥകൾ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയല്ല, പഠനങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പഠനങ്ങൾ പറയുന്നത് ഈ സംഗതി ആളുകളെ ജയിലിൽ നിന്ന് വരവ് കുറയ്ക്കുകയും ആളുകളെ കുറച്ചുകൂടി നീതിയുക്തമായിട്ടുള്ള നിയമ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന പൊതു
ആ മര്യാദകൾ പാലിക്കുന്ന ജീവിതത്തിലേക്ക് പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതാണ്. മറിച്ച് ജയിലിൽ അടച്ചു കിട്ടുന്നതുകൊണ്ട് ജയിലിൽ പോയി കിടക്കാം എന്ന് ആരും ചിന്തിക്കുന്നില്ല. അത് ഒരു മിത്താണ്. അതായത് ജയിലിൽ സുഖ സൗകര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് കുറ്റം ചെയ്ത് ജയിലിൽ പോകാം എന്ന് ആളുകൾ വിചാരിക്കുന്നു എന്നതിന് പഠനത്തിൻ്റെ വിവരങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. മറിച്ചാണ് ആളുകളെ നമ്മൾ സ്കിൽഡാക്കി മാറ്റിയാൽ ആ പണിയെടുത്ത് ജീവിക്കാം. ഒരാളെ ജയിലിലാവുന്നു, അയാൾ ജയിലിലായതിനു ശേഷം 8, 10, 12 വർഷം കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് വരുന്നു. അയാൾ കംപ്ലീറ്റായി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് പുറത്തേക്ക് വരിക. പിന്നെ ചിലപ്പോൾ അയാൾക്ക് കുടുംബം ഉണ്ടാവില്ല, അയാളുടെ സുഹൃത്തുക്കളുണ്ടാവില്ല, സാമൂഹികമായ പരിസ്ഥിതി ആകെ മാറിക്കാണും. അയാൾ എങ്ങനെ ജീവിക്കും? അപ്പോൾ അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനം ഉണ്ടാക്കി കൊടുക്കുക, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ അയാളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാളോട് ചെയ്യാൻ കഴിയുന്ന ഒരു നീതിയാണ്. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും ജയിലിനെക്കുറിച്ച് കാണേണ്ടുന്ന ഒരു കാര്യം ജയിലൊരു പുനരധിവാസ കേന്ദ്രവും കൂടിയാണ്. അല്ലാതെ ജയിൽ ശിക്ഷ നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം മാത്രമല്ല. ഇത് നടപ്പിലാകുമ്പോൾ പലതരത്തിലുള്ള വിമർശനം ഒരു വശത്തുണ്ട്. കാരണം 16,500 രൂപ ഒരു ജയിൽ തടവുകാരന് കിട്ടുന്നു. സർക്കാരിൻ്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുൻഗണനാക്രമം എന്താണ്? ആശാ വർക്കർമാർക്ക് അത്രയും പൈസ കിട്ടുന്നില്ലല്ലോ. അത് സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. പൈസ, അതായത് സുപ്രീം കോടതിയുടെ ഈ തരത്തിലുള്ള വേജ് ഡയറക്ഷൻസ് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ല, നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അപ്പം നമുക്ക് അത്തരം തൊഴിലവകാശ പരിപാടികൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിൽ അത്രയും പ്രിഫറൻസ് സർക്കാർ കൊടുക്കണം എന്ന അഭിപ്രായം ന്യായമാണ്. 16,500 രൂപ കൊണ്ട് അത്രയും അതിൽ താഴെ പൈസ കൊണ്ട് ജീവിക്കാൻ നിർത്തിയില്ലാത്ത ആൾക്കാർ പുറത്തുണ്ട് എന്ന കാര്യമുണ്ടല്ലോ, അത് സർക്കാർ കേൾക്കേണ്ടതാണ്. രണ്ടാമത്, ഗവൺമെൻറ്റിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പം നിങ്ങൾ എവിടേക്കൊക്കെയാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എവിടേക്കാണ് കൂട്ടാൻ തീരുമാനിക്കുന്നത്? അവിടെ അപ്പം മുൻഗണന വളരെ പ്രധാനമാണ്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന തടവുകാരുടെ പൈസയാണോ കൂട്ടേണ്ടത്, അതോ ആശാ വർക്കർമാരുടെയാണോ, അശരണരായ മനുഷ്യരുടെയാണോ എന്ന ചോദ്യം അവിടെ ഉണ്ടോ? അതിനെയൊക്കെ ഗവൺമെൻറ് പൊളിറ്റിക്കലി അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതിൽ ഈ തീരുമാനം പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഇത്രയും ജയിലുകളിൽ ഇത്രയും സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, ആളുകളെ മാറ്റിയെടുക്കാനും പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനം ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലുണ്ട്. ഡൽഹിയിൽ പോയാൽ ഡൽഹിയിൽ 200-300 രൂപ ഒരു ദിവസം ഒരു തർക്ക് കിട്ടുന്നുള്ളൂ. നമ്മുടെ സംസ്ഥാനം എൻറ്റയർലി ഡിഫറൻ്റായ സംസ്ഥാനമാണ് എല്ലാ അർത്ഥത്തിലും. വിമർശനം ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ കോർ നമ്മൾ പരിശോധിച്ചാൽ തെറ്റൊന്നും കാണാൻ പറ്റില്ല. പിന്നെ വിമർശനത്തെ മറ്റേത് രാഷ്ട്രീയമാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്, സർക്കാർ ഇത് പ്രധാനപ്പെട്ട കേസിലെ പ്രതികൾക്കൊക്കെ പരോൾ കൊടുക്കുന്നു, ജയിലിലെ ജീവനക്കാർക്ക്, ജയിലിലെ തടവുകാർക്കെല്ലാം ശമ്പളം കൂട്ടുന്നു. അതൊക്കെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് അവർ രാഷ്ട്രീയമായി ആലോചിക്കേണ്ട കാര്യമാണ്. ഐഡിയലി ഇതൊന്നും ഒരു ഗുരുതരമായ കുറ്റമാണെന്ന് ഞാൻ കാണുന്നില്ല. ശരി, നൗഫൽ ഈ പറഞ്ഞതുപോലെ ഒരു ജയിലിനുള്ളിൽ കഴിഞ്ഞ ആൾ എന്ന് പറയുമ്പോൾ ക്രിമിനൽ എന്നുള്ളൊരു പൊതുബോധം നമുക്ക് പൊതുവേ ഉണ്ട്. അതല്ല ഒരു മാനുഷിക പരിഗണന എന്നുള്ള രീതിയിൽ കാണണോ ഇതിനെ? അതല്ല അങ്ങനെ കണ്ടാൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ആശമാരായാലും മറ്റ് വേതനം ആവശ്യപ്പെടുന്ന മറ്റ് വിഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മുൻഗണന അതുകൂടി നൽകേണ്ടതില്ലേ, അതുകൂടി പരിഗണിക്കേണ്ടതില്ലേ? ഇപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഒരു മതങ്ങളിലൊക്കെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ്. അതിൽ നരകം എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് ചേരുന്നതല്ല ജയിൽ എന്ന് പറയുന്നത്. കാരണം നരകം എന്ന് പറഞ്ഞാൽ പിന്നെ നരകത്തിൽ പെട്ടാൽ പിന്നെ മനുഷ്യന് രക്ഷയില്ല എന്നാണല്ലോ. പക്ഷേ ജയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ജയിൽ നരകമല്ല. ജയിൽ ഈ പറഞ്ഞ പോലെ ഒരു കറക്ഷൻ സെൻറ്റർ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അയാൾക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും കാലം ഇയാൾ സമൂഹവുമായി ബന്ധപ്പെടാൻ പാടില്ല, സമൂഹത്തിൽ അദ്ദേഹം മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, തിരിച്ചു വരുമ്പോൾ ഒരു നല്ല മനുഷ്യനായി തിരിച്ചു വരണം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് പ്രകാരമാണ് ആ തടവുകാരെല്ലാം അവർ കഴിയുന്നത്. അപ്പോൾ ഈ കണക്ക് പ്രകാരം ഇയാൾക്ക് ലഭിക്കുന്ന വേതനത്തിൻ്റെ 30% ഈ വിക്ടിമിന് ലഭിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിന് ഇയാളുടെ ലഭിക്കുന്ന വേതനത്തിന് 30% കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. 50% കൊടുക്കേണ്ടത് ഇയാളുടെ ഫാമിലിക്കാണ്. ബാക്കി 20%മാണ് ഈ തടവിൽ കഴിയുന്ന ആൾക്ക് ലഭിക്കുന്നുള്ളൂ. അങ്ങനെയാണ് സുപ്രീം കോടതി വിധി പ്രകാരം ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് വലിയ തുകയൊന്നുമല്ല തടവുകാരനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ 50% കുടുംബത്തിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ശമ്പളം കിട്ടിയാലും, എനിക്ക് ശമ്പളം കിട്ടിയാൽ ഞാൻ ഇത്ര ശതമാനം കുടുംബത്തിനാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തന്നെയാണ് ഫലത്തിൽ നിന്നുള്ളത്. പക്ഷേ ഇത് തരംതിരിക്കുമ്പോൾ ഇയാൾക്ക് 20% കിട്ടുന്നുള്ളൂ എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ 20%-ത്തിലുള്ള വർധനവാണ് ഇയാൾക്ക് ഇപ്പോൾ കൂടുതലായി കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ കറക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, നമ്മളിപ്പോൾ ഈ പൊതുബോധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പൊതുബോധത്തിൽ ചില കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പം ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന തടവുകാരൻ, അയാൾ തടവുകാരനാണ്. അയാൾ എപ്പോഴെങ്കിലും നന്നായി വരുമോ എന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കേണ്ട എന്നല്ല, പ്രതീക്ഷിക്കുന്നില്ല. കൊടിസുനി അതുപോലുള്ള കുറേ കുപ്രസിദ്ധ തടവുകാരുണ്ട്. നമ്മൾ അറിയുന്നതും അറിയാത്തവരുമായ ഒരുപാട് തടവുകാരുണ്ടല്ലോ. അവരൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു അഭിഭാഷകൻ പറയുന്നത് കേട്ടു, 4 കൊലപാതകങ്ങൾ നടത്തിയ ഒരാൾ, അതായത് 4 കൊലപാതകം 4 കേസുകളാണ് നടത്തിയ ഒരാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. ഇയാൾ നമ്മൾ എപ്പോഴാണ് കറക്റ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നത്? അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ഒരാൾ, അയാൾ നല്ല മനുഷ്യനായിട്ടാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അതിനുശേഷം ക്രൈമുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ,
അയാളോട് സമൂഹം എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും അത് ഒരു ചർച്ച ഒരു ഭാഗത്ത് നടക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. അതായത് കറക്റ്റീവ് സെൻ്ററാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം കുറ്റവാളികളെ കൊണ്ട് സമൂഹത്തിന് എന്താണ് പിന്നീട് എന്ത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നത് കൂടി നമ്മൾ ചർച്ച ചെയ്യണം. ഏതായാലും കേരളത്തിലെ ജയിലിൽ 10,800 തടവുകാരാണുള്ളത്. അതിൽ പകുതിയോളം ആളുകൾ റിമാൻഡ് തടവുകാരാണ്, അവരെ ശിക്ഷിച്ചിട്ടില്ല. കുറച്ച് ആളുകൾ മൈനർ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള തടവുകാരാണ്. ബാക്കി ഈ വേതനം ലഭിക്കുന്നത് 3,400 അങ്ങനെ എന്തോ നമ്പറിലാണ് ആകെ ലഭിക്കുന്നത്. അവർക്ക് ഈ പണം വേതനം കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നല്ല. അങ്ങനെ ഒരു പ്രചരണം ശരിക്കും നടക്കുന്നുണ്ട്. ശരിക്കും ഇവർ ചെയ്യുന്ന ജോലിക്ക്, ഇവർ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക്, ഇവരുണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക്, ഇവരുണ്ടാക്കുന്ന ചിക്കൻ കറിക്ക്, ഇവരുണ്ടാക്കുന്ന ഫർണിച്ചർ, ആയുർവേദ മരുന്നുകൾക്ക്, ചെടികൾക്ക്, ഇതിനൊക്കെ കിട്ടുന്ന വരുമാനമാണ് ഇവർക്ക് വേതനമായി ലഭിക്കുന്നത്. അങ്ങനെ 16 കോടി രൂപ കേരളത്തിലെ ജയിലുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. അതിൽ നിന്നാണ് ഈ വേതനം അവർക്ക് കൊടുക്കുന്നത്. ലാഭവിഹിതത്തിൽ നിന്നാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം സ്വാഭാവികമായും ഇതിനെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ജയിലിലെ എല്ലാ തടവുകാർക്കും കൂലി കൂട്ടുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ ഖജനാവിൽ നിന്ന് ഇത്രയും തുക ഇവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു, കൊടിയ സുനിക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നേരെ മറിച്ച് അതിന് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പൈസ എവിടെ നിന്നാണ് ചിലവാക്കുന്നതിന് കൃത്യമായ കണക്കുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഒരു ആശാ വർക്കർമാരുടെ സമരമുണ്ട്. അവർ എത്ര കാലം സമരം ചെയ്തു, അവർക്ക് എന്നിട്ട് എന്താണ് കൂട്ടിക്കൊടുത്തത്? അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ അവർ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ജയിലിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് കൂട്ടുന്നത്, സമ്മതിച്ചു. പക്ഷേ ഇവരും എത്രയെത്ര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ വേണ്ടി. പക്ഷേ അത് സർക്കാർ ചെയ്തുകൊണ്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ സ്വാഭാവികമായി ആളുകൾ ചോദിക്കും. ഇപ്പോൾ നമുക്ക് നേരത്തെ കഞ്ചാവ് ഉണക്കാനിട്ട ആളെ കഥ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത് മറ്റേ ജഗതി പാവിരിച്ച് കിടന്നിട്ട് ജയിലിൽ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ അവസ്ഥയിലേക്കൊന്നും ആൾ എത്തില്ല. അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം പിന്നെ ഇതിന് കുറേ അത്രയും വലിയ കുറ്റങ്ങൾ ചെയ്ത ആൾക്ക് മാത്രമേ ഈ വേതനം ലഭിക്കുകയുള്ളൂ. അത്ര കാലം വിചാരണ കഴിഞ്ഞതിന് ശേഷം ലഭിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഈ ട്രോളുകളിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയാം. പക്ഷേ ഇതിലൊരു സംഗതിയുണ്ട്. കറക്റ്റീവ് സെൻറ്റർ എന്ന നിലക്ക് അവർ ആണ് കുറ്റം ചെയ്തത്, പക്ഷേ അവരുടെ കുടുംബം കുറ്റം ചെയ്തിട്ടില്ല. ആ കുടുംബത്തെ കൂടി സംരക്ഷിക്കുക എന്നുള്ള ചുമതല സിസ്റ്റത്തിനുണ്ട്, അല്ലെങ്കിൽ സർക്കാരിനുണ്ട്. ആ ചുമതല സർക്കാർ നിർവഹിക്കണം എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇത് അർഹിക്കുന്ന വർധനവ് അർഹിക്കുന്ന മറ്റ് സമൂഹങ്ങളെയും കൂടി സർക്കാർ പരിഗണിക്കുക തന്നെ വേണം. അത് പരിഗണിക്കാതെ ഇതിനെ മാത്രം പരിഗണിക്കുന്നത് സ്വാഭാവികമായും ജനങ്ങൾ ചോദ്യം ചെയ്യും. അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടാകുന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ പരിഗണന അർഹിക്കുന്ന മറ്റ് പലരും സമൂഹത്തിലുണ്ട് എന്നതുകൂടി ആലോചിക്കേണ്ടിയിരുന്നു.